ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളോട് കാര്യമായിട്ട് ചോദിക്കാം. നിങ്ങൾ കുറേ നല്ല മക്കൾക്ക് കുറച്ച് നാലക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരല്ലേ, ഒരു മൈക്ക് അങ്ങോട്ട് കിട്ടിയിട്ട് അതിൽ കുറച്ച് വോയിസും വെച്ച് കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് വെട്ടിത്തരം വിളിച്ച് പറയാന്ന? നിങ്ങൾ മടവൂരിനെ പടച്ചോനോ അല്ലെങ്കിൽ എന്താണെങ്കിൽ ആക്കിക്കോളൂ, നിങ്ങളെ കുടുംബത്തിലുള്ളവർ ആക്കിയാൽ മതി, നാട്ടുകാരെ മൊത്തം ആക്കണ്ട കേട്ടോ. ഞങ്ങൾ മുത്ത് റസൂലിനെ തന്നെ മറ്റെന്താണ് ഞങ്ങളെ പടച്ചോനാക്കിയിട്ടില്ല. ഓക്കെ, അള്ളാൻ്റെ റസൂൽ, അള്ളാൻ്റെ ഹബീബ്, അങ്ങനെ നമുക്ക് പഠിപ്പിച്ച നമ്മൾ ഉസ്താദുമാർ അങ്ങനെയാണ് കേട്ടോ. ഡയറക്റ്റ് അള്ളാഹിനോട് ദുആ ചെയ്യാനാണ് പറഞ്ഞത്, റബ്ബിനോട് ദുആ ചെയ്യാനാണ് പറഞ്ഞേക്കണത്. നിങ്ങളിപ്പോൾ ഇത് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? നിങ്ങൾ എവിടുന്ന് അതൊക്കെ ഈ ബിരുദാനന്ദ ബിരുദൊക്കെ എടുക്കുന്നത്? എന്തിൻ്റെ സൂക്കടമല്ലാക്ക നിങ്ങൾക്ക്? ഒരു ലേശം ഒരു കൈതട ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവുക ഉണ്ടോ? അല്ല, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ പറയുക, പെട്രോൾ അടിക്കാതെ സലാത്തിയല്ലേ അപ്പോൾ വണ്ടി പോയി പറഞ്ഞ ടീമുകളാണ് നിങ്ങൾ. അതുപോലെ ഫ്ലൈറ്റ് ഇങ്ങനെ പറന്ന് പോണ ദിശ കിട്ടണില്ല, അങ്ങനെ എന്തൊക്കെ ഞാൻ പറയുന്നുണ്ട്. ആ ടീമിൽ പെട്ട ആൾക്കാരല്ലേ നിങ്ങൾ. അതുകൊണ്ട് ഒരു രക്ഷയില്ല. നമോ ഭാഗം നന്നായിട്ടുണ്ട്. ഇപ്പം എങ്ങനെ ഇരിക്കണം? ഈശ്വര ഭഗവാനെ, നല്ലത് വരും, നല്ല ചെയ്താൽ നല്ലത് വരണം. ഞാനെന്നും എനിക്ക് പറയാനറിയില്ല, എന്നാലും പറയാണ്. നിങ്ങളെ കുടിയിലുള്ള ആൾക്കാരൊക്കെ പിടിച്ചിട്ട് മറ്റേ പടച്ചോനാക്കിക്കോളി. നിങ്ങളുടെ നാട്ടുകാരെ മൊത്തം എടുക്കണ്ട കേട്ടോ. ഞങ്ങൾക്കായിട്ടൊരു റബ്ബുണ്ട്, ആ പടച്ചോൻ തന്നെ മതി. ഇനി പുതിയതായിട്ട് കൊണ്ടുവരും. ഇതുങ്ങളൊക്കെ എവിടുന്നാണ് ഇതൊക്കെ പഠിച്ചിട്ട് വരുന്നതെന്നാ? ഈ സത്യത്തിൽ ഈ ശശികല പോലത്തെ ആൾക്കാർ വന്നിട്ട് ഈ പറയുന്നുണ്ടല്ലോ, ഇതുപോലത്തെ വിഡ്ഢിത്തരം പറയുന്ന മൊയ്ലിയന്മാരുടെ വാക്ക് കേട്ടിട്ടാണ് സത്യമായിട്ടും അവരെന്നെ പറയാം. മറ്റേ ഇവർ പറയണ്ടല്ലോ, അവർക്കിപ്പോൾ ഹിന്ദുവിനെ കൊല്ലാനും ക്രിസ്ത്യാനിനെ കൊല്ലാനും മുസ്ലിമിനെ കൊല്ലാനും ഒന്നും സമയമില്ല, ഇവർ തമ്മിൽ തന്നെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞത്. സത്യം അത്. നിങ്ങളെപ്പോലുള്ള ബുദ്ധി വിവരമില്ലാത്ത കൈതകൾ ചെയ്യണ പരിപാടി നിങ്ങൾ ചെയ്ത് കാണിച്ചുണ്ടാക്കി കൊടുത്തിട്ട് നാണുണ്ടോ മൊല്ലാക്ക? നിങ്ങൾക്ക് നാണുണ്ടോ? നിങ്ങൾ ഇനി എത്ര തൗബ ചെയ്യേണ്ടി വരും? നിങ്ങളൊരാളെ കുറിച്ചിട്ട് പടച്ചോനാക്കിയിട്ട് അവനെയാണ് അള്ളാന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഓരോ തക്ബീറും, അത് തീരെ വിവരമില്ലാത്ത ആൾക്കാർ. അപ്പോൾ എത്ര തൗബ ചെയ്യേണ്ടി വരും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ ചെയ്യണ ഒരു തെറ്റില്ലേ, ആ ഇരിക്കുന്ന പാവങ്ങളും കൂടി വിളിച്ചു പറയല്ലത്. ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെ ദീനുണ്ടാക്കുക. എന്താ ഇതൊക്കെ അവസ്ഥ? ഒരു 10 വയസ്സുടെ വിവരമെങ്കിലും വേണ്ടേ? എമ്മാതിരി തള്ളങ്ങളൊക്കെ തള്ളണിരുന്നിട്ട് ഇങ്ങനെ വരുന്നു. സിഗ്നൽ പോയി, വിളിച്ചപ്പോൾ അതാ സിഗ്നൽ വരുന്നു. അതുപോലെ തന്നെ പെട്രോളില്ല, എന്ത് ചെയ്യും? അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു, വണ്ടി പോയി. എന്തിന് നിങ്ങൾ ഇങ്ങനെ വിടുന്നു? എന്ത് വിടല്ല നിങ്ങൾ വിടുന്നു? വല്ലാതെ